സംസ്ഥാനത്ത് താപനില ഉയരുന്നതിന്റെ മഴ പെയ്യാൻ തൃശൂരിൽ പ്രത്യേക പൂജ. വടക്കുംനാഥ ക്ഷേത്രത്തിലും ചിറക്കൽ ശിവക്ഷേത്രത്തിലും പൂജ നടന്നു. ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നാമജപം നടന്നത്. മഴയില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് പ്രധാനമായിട്ട് ഇവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാ ആൾക്കാരും കൂടിയിട്ട് എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഒരു ഉപാസനയാണ്. അതിന് പർജന്യ സൂക്ത ജപം എന്നാണ്. വരുണ ജപം എന്നും പറയും, അല്ലെങ്കിൽ ജലജപം എന്നും പറയും. ഇത് പണ്ട് ഇവിടെ നടന്നിട്ടുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങളുമായി. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴയില്ല, കൊടുംചൂട്, ചൂട് ഓരോ ദിവസവും ഇങ്ങനെ കയറി വരുമ്പോൾ പ്രാർത്ഥിച്ചു പോകും സൂരജ്. ഹാഷ്മി, അത്തരത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇതിന് പ്രതിവിധി പലതരത്തിൽ നമ്മൾ തേടുന്നുണ്ട്. അതിനിടയിലാണ് തൃശ്ശൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ മഴ പെയ്യുന്നതിന് വേണ്ടി പ്രത്യേക പൂജകൾ നടക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇന്ന് ശിവക്ഷേത്രത്തിനകത്ത് തന്നെ ഈ വടക്കുംനാഥന് 51 കുടം ജലധാരയായിരുന്നു. തൊട്ടു പിന്നാലെ അവിടെയുള്ള ഋഷഭ വിഗ്രഹത്തിന് 101 കുടം ജലധാര നടത്തി. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇന്ന് പൂജ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചിറക്കൽ ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ 101 കുടം ജലധാരയോട് കൂടിയാണ് രാവിലെ 4 മണിയോടുകൂടി പൂജകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ വരുണനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചടങ്ങുകൾ ആണ് നടക്കുന്നത്. വരുണന്റെ ബലിക്കല്ലുണ്ട്, ആ ബലിക്കല്ല് ജലം കൊണ്ട് മൂടുക എന്നുള്ളതാണ് ചടങ്ങ്. ഇവർ പ്രധാനമായും പറയുന്നത് ഇത് വരുണനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ മഴ പെയ്യും, നന്മകൾ ചെയ്യുക, നന്മ ചെയ്ത് കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മഴ പെയ്യിക്കുക എന്നുള്ളതാണ് പറയുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ പൂജ ചെയ്ത സമയത്ത് മഴ പെയ്തതായി ഒരു അനുഭവമുണ്ട്, പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വേനൽ ഇത്ര കടുത്ത സാഹചര്യത്തിൽ ഇത്തരം ഒരു പൂജയുമായി മുന്നോട്ട് വന്നത്. എന്തായാലും 2 ക്ഷേത്രങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ്. പക്ഷേ ഭക്തർ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പൂജ സംഘടിപ്പിച്ചിരിക്കുന്നത്. സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.